കഴിഞ്ഞ ദിവസം റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ലെസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 4 അരിത്മെറ്റിക് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 5th ഒരു അരിത്മെറ്റിക് ഓപ്പറേഷൻ കൂടി നമ്മൾ പഠിച്ചു, അതായത് എക്സ്പോണൻഷ്യേഷൻ. ആ എക്സ്പോണൻഷ്യേഷനിൽ സെയിം നമ്പർ റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ബേസും എക്സ്പോണൻറ്റും ആയിട്ട് എഴുതുന്ന രീതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി നമുക്ക് അതിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് 3⁻6. കമ്പ്യൂട്ട് 3⁻6 എന്ന് പറഞ്ഞത് 3⁻6ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3⁻6 ഈക്വൽ ടു 3⁻6ന്റെ മീനിങ് 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 × 3 × 3 × 3 × 3 × അപ്പോൾ വാല്യൂ 3⁻6ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ എഴുതണം. വേണമെങ്കിൽ 3 × 3 ചെയ്തു, അതിനുശേഷം ×3 ചെയ്തു, ×3 × 3 അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഗ്രൂപ്പായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ ഈ 3 × ഫസ്റ്റ് 3 3സിനെ ഒരു ഗ്രൂപ്പാക്കി, സെക്കൻഡ് 3 3സിനെ ഒരു ഗ്രൂപ്പാക്കി ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് 2 3സിനെ ഗ്രൂപ്പാക്കി ഗ്രൂപ്പ് 2 2 വീതമുള്ള ഗ്രൂപ്പാക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് ചെയ്യാം. 3 × 3 × 3 ഇപ്പം ഞാൻ ഗ്രൂപ്പാക്കിയുള്ളത് ഫസ്റ്റ് 3 3s ഒരു ഗ്രൂപ്പാക്കി, നെക്സ്റ്റ് 3 3s ഒരു ഗ്രൂപ്പാക്കി. 3 × 3 9, 9 × 3 27. 3 3s മൾട്ടിപ്ലൈ ചെയ്ത് 27 കിട്ടി. നെക്സ്റ്റ് അഗെയിൻ 3 3s ആണ്, അപ്പം 27. 27 നെക്സ്റ്റ് 27 × 27 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 729 ആൻസർ. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 52-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 52-ലെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് 2⁻6. 2⁻6ന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ 2 6 ടൈംസ് എഴുതി. നമുക്ക് ഗ്രൂപ്പ് ആക്കാം, വേണമെങ്കിൽ 2 വീതമുള്ള ഗ്രൂപ്പ് ആക്കാം. ഇവിടെ 2 വീതമുള്ള ഗ്രൂപ്പ് എടുത്ത് കാണിച്ചു തരാം. 2 വീതമുള്ള ഗ്രൂപ്പ് ആക്കി. 2 × 2 4, നെക്സ്റ്റ് 2 × 2 4, നെക്സ്റ്റ് 2 × 2 4, 4 × 4 16, × 4 64. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 2s ഉള്ള ഗ്രൂപ്പുകളാക്കി വേറെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3⁻8. 3 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 × 8 3s മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് 4 3s ഒരു ഗ്രൂപ്പാക്കി, 4 3s വേറെ ഗ്രൂപ്പാക്കി. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × again 4 3s multiply by again 81. Next 81 and 81, 81 × 81 answer 6561. Next question 4⁻4. 4 times multiply by 4 4 4. ഒറ്റ ടൈമിൽ 4 × 4 4 അഗെയിൻ 4 അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഈസി ആയിട്ട് 2 വീതമുള്ള ഗ്രൂപ്പാക്കി ഞാൻ 4 × 4 16, × 4 × 4 16. അപ്പോൾ 16 × 16 256. അപ്പോൾ കുറേ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2⁻9. 2 9 ടൈംസ്. 2 9 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്തു. അഗെയിൻ ഗ്രൂപ്പ് ആക്കി. That is equal to 2 × 2 4, 4 × 2 8, 8 × 2 16 into next 4 2s മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 16 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അതിന്റെ കൂടെ ഒരു 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 × 2 32. 16 × 32 ആൻസർ 502.
Next question, compute 10 raised to 6. 10 6 times. Group आकी 10 into 10, 100 into 10, 1000 into again 3 times 1000. Multiply by 1 into 1, answer 1. Zeros 1, 2, 3, 4, 5, 6 zeros. Next question, 1 raised to 10. 1 10 times എഴുതാം. 1 10 times എഴുതി. നമുക്കറിയാം 1 എത്ര ടൈംസ് എഴുതിയാലും ആൻസർ 1 തന്നെയാണ്. എഴുതേണ്ട ആവശ്യമില്ല. 1 raised to 10 എന്ന് പറയുന്നത് 1. അതുപോലെ 1 raised to 100 ആയാലും ആൻസർ 1, 1 raised to 20 that also 1 എല്ലാം. അതായത് 1ന്റെ ഏത് പവർ എടുത്താലും ആൻസർ 1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100 raised to 4. 100നെ 4 ടൈംസ് എഴുതി. മൾട്ടിപ്ലൈ ചെയ്യാൻ ഗ്രൂപ്പ് ചെയ്തു. 200 വീതമുള്ള ഗ്രൂപ്പ് ചെയ്തു. 100 into 100 10,000 കിട്ടി. ഇവിടെ 2 zeros 2 zeros 4 zeros. അങ്ങനെ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1 into 1 1. ഇതിൽ 4 zeros, ഇതിൽ 4 zeros, 8 zeros. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0 raised to 20. നമുക്കറിയാം 0 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 തന്നെയായിരിക്കും. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. 0 raised to 20 equal to 0. അതുപോലെ 0ന്റെ ഏത് പവർ എടുത്താലും ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 raised to 100 that also 0. 0 raised to 10 that also 0. 1ന്റെ ഏത് പവർ എടുത്താലും 1 തന്നെയായിരിക്കും. 0ന്റെ ഏത് പവർ എടുത്താലും 0 തന്നെയായിരിക്കും. പേജ് നമ്പർ 52-ലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ 10ന്റെ പവേഴ്സ്, 100ന്റെ പവേഴ്സ്, 1000ന്റെ പവേഴ്സ് അതൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ 10ന്റെ പവർ എഴുതുമ്പോൾ 10ന്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഈക്വൽ ടു 10 into 10 that is equal to 100. Next 10 raised to 3 that is equal to 10 into 10 into 10 that is equal to 1000. 10 raised to 4. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 10 പവർ 10ന്റെ പവേഴ്സ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 10 ക്യൂബ് 1000, 10 raised to 4 10,000. അതായത് 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ 1ഉം 2 zeros ഉള്ള നമ്പറാണ് വന്നത്. 10 ക്യൂബ് എന്ന് പറഞ്ഞപ്പോൾ 1ഉം ഇതിന്റെ പവർ 3 ആയതുകൊണ്ട് 3 zeros. 10 raised to 4 എന്ന് പറയുന്നത് ആൻസർ 10,000 ആണ്. അപ്പോൾ 1ഉം ഇതിന്റെ പവർ 4 ആയ 4 zeros വന്നു. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ എന്ത് എഴുതാൻ പറ്റും? നെക്സ്റ്റ് 10 raised to 8 എത്രയായിരിക്കും? 10 raised to 4 ആയപ്പോൾ 1ഉം 4 zeros വന്നു. അങ്ങനെയാണെങ്കിൽ 10 raised to 8 ആകുമ്പോൾ എന്ത് വരും? 1ഉം 8 zeros. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10ന്റെ പവേഴ്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 10 raised to 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1ഉം 9 0 ഉള്ള നമ്പർ ആയിരിക്കും. 10 raised to 100 ആണെങ്കിലോ 1ഉം 100 zeros ഉള്ള നമ്പർ ആയിരിക്കും. അപ്പൊ 10ന്റെ പവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് 100ന്റെ പവേഴ്സ് നോക്കാം. അപ്പൊ 100 സ്ക്വയർ എന്ന് പറയുന്നത് 100 into 100 equal to 100 into 1 into 1 1 and ഇവിടെ ടോട്ടല് 1 2 3 4 zeros. 100 raised to 3 ആവുമ്പോൾ എന്തായിരിക്കും? 100 into 100 into 100 equal to 1 1 2 3 4 5 6 zeros. 2 6 zeros. നമുക്ക് 10ന്റെ പവേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു. 10ന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ആൻസർ എഴുതാൻ പറ്റി. അതുപോലെ ഈ 100ന്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യാതെ ആൻസർ എഴുതാൻ പറ്റുമോ നോക്കാം. 100 സ്ക്വയറില് 100 സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, 100ല് 2 zeros ഉണ്ട്. 100ല് 2 zeros ഉണ്ട്.
പവർ എത്രയാണ് കാണേണ്ടത്? 2 ആണ് പവർ. അപ്പൊ 2 into 2 equal to 4. 4 zeros ആണ് ആൻസറിൽ ഉണ്ടായത്. നെക്സ്റ്റ് 100 raised to 3 എന്ന് പറയുന്നത് ആൻസർ ആണ് ഇത്. അപ്പൊ നമുക്ക് നോക്കാം. 100ന്റെ പവർ ആണ് കാണേണ്ടത്. 100ലെ 2 zeros, പവർ 3, തേർഡ് പവർ ആണ് കാണേണ്ടത്. അപ്പൊ 2 into 3 equal to 6. അപ്പൊ ഇതിലെ ആൻസറിൽ എത്ര സീറോസ് ഉള്ളത്? സീറോസ്. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ 10ന്റെ 100ന്റെ 1000ന്റെ 10,000ന്റെ എല്ലാ പവേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എടുത്ത് നോക്കാം. 1000 raised to 2 എങ്ങനെ എഴുതാം? 1000 raised to 2 എന്നുള്ളത് 1000 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ എഴുതും. ആൻസർ എഴുതാൻ എന്തായിരിക്കും? ഇവിടെ നമ്പർ ഓഫ് സീറോസ് നോക്കുക. നമ്പർ ഓഫ് സീറോസ് എത്രയാ? 3 ഇൻറ്റു ഏതാ പവർ? കാണേണ്ട പവർ 2. 3 into 2 6. അപ്പൊ ഇതിൽ എന്താ ആൻസർ വരിക? 1ഉം 6 zeros. ആൻസർ 1ഉം 6 zeros. That is 10 lakh. നെക്സ്റ്റ് 100 raised to 4 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാതെ ആൻസർ എഴുതാൻ നമ്പർ ഓഫ് സീറോസ് 2, പവർ എന്തായിരിക്കും? 4. അപ്പൊ 2 into 4 8. അപ്പൊ ആൻസറിൽ എന്തായിരിക്കും? 8 zeros ഉണ്ടായിരിക്കും. 1 3 4 5 6 7 8. അപ്പൊ ഇനി 100ന്റെ 1000ന്റെ 10,000ന്റെ എല്ലാ പവേഴ്സും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതാൻ പറ്റും. നെക്സ്റ്റ് വേറെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് 20 raised to 4. അതായത് 20 raised to 4ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 20 raised to 4 മീൻസ് ഈക്വൽ ടു 24 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 20 നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ 24 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തിട്ട് 20 ഗ്രൂപ്പ് ആക്കി 20 ഗ്രൂപ്പ് ആയിട്ട്. അല്ലെങ്കിൽ വേറെ വിധത്തിൽ എഴുതാം. എന്തെഴുതാം? ഈ 20നെ 2 into 10 എഴുതി, എല്ലാ 20കളെയും 2 into 10 എഴുതി. അപ്പൊ ഇതിലെ ആകെ എത്ര ചൂസ് ഉണ്ട്? ചൂസ് ഒക്കെ സെപ്പറേറ്റ് ആദ്യം എഴുതാം. 1 2 3 4 ചൂസ് ഉണ്ട്. ഇൻറ്റു 10 എത്ര ഉണ്ട്? 4 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 2 4 ടൈംസ് 2 into 2 4 4 into 2 8 8 into 2 16 into 10 4 tens ഉണ്ട്. അപ്പൊ 1 and 4 zeros. അപ്പൊ ആൻസർ 1,60,000. പേജ് നമ്പർ 53ലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് 100 1000 10,000 lakh and 10 lakh crore as powers of 10. അതായത് ഈ ഓരോന്നും 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതണം. നമ്മൾ നേരത്തെ കണ്ടു 10ന്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ എഴുതാം. എങ്ങനെ എഴുതാം? 10 സ്ക്വയർ ഈക്വൽ ടു പവർ 2 ആണ്. അപ്പൊ 1 and 2 zeros. 10 raised to 3 എന്ന് പറയുന്നത് 1 and 3 zeros. 10 raised to 4 1 and 4 zeros. 10 raised to 5 1 and 5 zeros. അങ്ങനെ പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100നെ 10ന്റെ പവേഴ്സ് ആയിട്ട്. ഇത് തിരിച്ച് നമ്മൾ എഴുതാണ്. 100ലെ എത്ര സീറോസ് ഉണ്ട്? 100ലെ 2 zeros ഉണ്ട്. അപ്പൊ 10ന്റെ പവർ ആക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതണം? 10 raised to 2. നെക്സ്റ്റ് 1000ലെ 3 zeros ഉണ്ട്. അപ്പൊ 10ന്റെ പവർ എഴുതണമെങ്കിൽ 10 raised to, അതായത് എത്ര സീറോസ് ഉണ്ടോ അതാണ് 10ന്റെ പവർ ആയിട്ട് എഴുതുന്നത്. ഇവിടെ 5 zeros ഉണ്ട്. 10 raised to 5. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആദ്യം 100നെ 10ന്റെ പവർ ആയിട്ട് എഴുതണം. അപ്പൊ 100ലെ എത്ര സീറോസ് ഉണ്ട്? 2 zeros ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? 10 raised to 2. നെക്സ്റ്റ് 1000ലെ എത്ര സീറോസ് ഉണ്ട്? 3 zeros ഉണ്ട്. അപ്പൊ 10ന്റെ പവർ എഴുതുമ്പോൾ 10 raised to 3. നെക്സ്റ്റ് 10,000ലെ എത്ര സീറോസ് ഉണ്ട്? 10,000ലെ 4 zeros ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 10 raised to 4. നെക്സ്റ്റ് 1 lakh. 1 lakhലെ how many zeros are there? 5 zeros ഉണ്ട്. അപ്പൊ നമ്മൾ 10ന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ 10 raised to 5. നെക്സ്റ്റ് 10 lakh.
10 ലാഖിൽ എത്ര സീറോസ് ഉണ്ട്? 6 സീറോസ് ഉണ്ട്. അപ്പൊ 10ന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ എന്താവും? 10 raised to 6. നെക്സ്റ്റ് ലാസ്റ്റ് 1 crore. ക്രോറിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ക്രോറിൽ 8 ഡിജിറ്റ് ഉണ്ട്, അതായത് 1ഉം 7 സീറോസും. അപ്പൊ പവർ ആയിട്ട് 10ന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ 10 raised to 7. 7 സീറോസ് ഉണ്ട് ക്രോറിൽ. 10 raised to 7. കമ്പ്യൂട്ട് പവേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? 30 raised to 4. അപ്പൊ 30 4 ടൈംസ് ഉണ്ടാവും. ഇത് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്ത പോലെ ഗ്രൂപ്പ് ആക്കി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ 30നെയും 3 into 10 3 into 10 ഓരോ 30നെയും 3 into 10 3 into 10 അങ്ങനെ എഴുതാം. എങ്ങനെ എത്ര 3s ഉണ്ട് ഇതില്? 1 2 3 4 3s ഉണ്ട്. 3 into 3 into 3 into 3. ടെൻസിന് ഗ്രൂപ്പ് ആക്കുമ്പോൾ 4 ടെൻസ് ഉണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 3 raised to 3 into 3 into 9 into 3 27 27 into 3 81 into എത്ര സീറോസ് ഉണ്ട്? 4 സീറോസ് ഉണ്ട്. അപ്പോൾ into 10,000. that is equal to ആൻസർ മൾട്ടിപ്ലൈ. ഇത് നമുക്ക് ഈസി ആയിട്ട് 10ന്റെ പവേഴ്സ് എഴുതിയ പോലെ തന്നെ എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? 30 raised to 4 ആണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യാം? ഏതാ നമ്പർ? 3 ആണ് അവിടുത്തെ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈസി ആയിട്ട് 3 raised to 4 എന്ന് എഴുതാം. 3 raised to 4 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? ബാക്കി ഇവിടെ ഉള്ളത് ഒരു സീറോ ആണ്. ഒരു സീറോ ഉള്ളപ്പോൾ നമ്മൾ എന്ത് എഴുതും? 10 raised to 4 എന്ന് എഴുതും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്താ എഴുതാം? 3 raised to 4 81 ആണ്. 81 10 raised to 4 എത്ര സീറോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര സീറോസ് ഉണ്ട്? 4 സീറോസ്. ഇങ്ങനെ ഈസി ആയിട്ട് ആൻസർ എഴുതാം. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 50 raised to 5 200 raised to 3. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.